നമ്മൾ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൊംനാബുലിസ്റ്റ്. എന്താണ് സൊംനാബുലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ്, അല്ലേ? ഉറക്കത്തിൽ നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊംനാബുലിസ്റ്റ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ അതേപോലെ തന്നെ വേറൊരു വാക്ക് അതുണ്ട്. അതേതാണ്? സൊംനി ലോക്വസ്റ്റ്. എന്താണ് സൊംനി ലോക്വസ്റ്റ്? അപ്പോൾ സൊംനി ലോക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹു ടോക്സ് ഇൻ സ്ലീപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊംനി ലോക്വസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം. അതായത് സൊംനി ലോക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ് അല്ലേ, അത് നമുക്ക് ക്വസ്റ്റ് ആയിട്ട് എടുക്കാം. അതായത് ക്വസ്റ്റ്യൻ ഒക്കെ ഉറക്കത്തിൽ സംസാരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കലും പറയലും ആ ഒരു രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സൊംനി ലോക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹു ടോക്സ് ഇൻ സ്ലീപ്പാണ്. അതേസമയം സൊംനാബുലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ്. അടുത്ത് നോക്കാം ഫ്യൂണറൽ സോങ്. ഫ്യൂണറൽ സോങ്ങിനെ നമ്മൾ എന്താ പറയുന്നത്? ഡയർജ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഡയർജ്. ഫ്യൂണറൽ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചൊക്കെ കഴിയുമ്പോൾ നമ്മൾ പാടുന്ന പാട്ട് അല്ലെങ്കിൽ പ്രേയേഴ്സിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയർജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഫ്യൂണറൽ സോങ്. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്യൂണറൽ സോങ് അല്ലേ, അപ്പോൾ മരിച്ചു കഴിയുമ്പോഴല്ലേ നമ്മൾ ആ സോങ് പാടുന്നത്. അപ്പോൾ അത് നമുക്ക് ഡൈ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഫ്യൂണറൽ സോങ് എന്ന് പറയുന്നത് എന്താണ്? ഡയർജ്. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ പോയം ഓഫ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വിലാപകാവ്യം. അതിനെ നമ്മൾ എന്താ പറയുന്നത്? എലജി എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? എലജി. തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മോർണിംഗ് നമ്മുടെ MOURNING അല്ല, മോർണിംഗ് കാലത്ത് എന്നുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ മോർണിംഗ് നമ്മൾ എലഗൻ മോർണിംഗ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ നമുക്കിവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ പോയം ഓഫ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലജി. നെക്സ്റ്റ് വൺ നോക്കാം. പ്ലേസ് വെർ കോയിൻസ് ആർ മെയ്ഡ്. അതായത് കോയിൻസ് ഉണ്ടാക്കുന്ന സ്ഥലത്തെ നമ്മൾ എന്താ പറയുന്നത്? മിൻറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് പല പ്രാവശ്യം എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? മിൻറ്റ്. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോയിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആരും മിണ്ടരുത് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. കാരണം എണ്ണൊക്കെ തെറ്റിപ്പോവില്ലേ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. പ്ലേസ് വെർ കോയിൻസ് ആർ മെയ്ഡ് എന്ന് പറയുന്നത് എന്താണ്? മിൻറ്റ് ആണ്. അതേപോലെ തന്നെ സ്റ്റഡി ഓഫ് കോയിൻസ് എന്ന് പറയുന്നത് ന്യൂമിസ്മാറ്റിക്സ് ആണ്. എന്താണ്? ന്യൂമിസ്മാറ്റിക്സ്. സ്റ്റഡി ഓഫ് കോയിൻസ് എന്ന് പറയുന്നത് ന്യൂമിസ്മാറ്റിക്സ്. അപ്പോൾ സ്റ്റഡി നമ്മൾ പഠിക്കുകയാണ് അല്ലേ. സ്റ്റഡി ഓഫ് കോയിൻസും നമ്പേഴ്സായിട്ടൊക്കെ റിലേറ്റഡ് ആണല്ലോ അല്ലേ. ഓരോ കോയിൻസിൽ നമ്പേഴ്സൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ സ്റ്റഡി ഓഫ് കോയിൻസ് എന്ന് പറയുന്നത് ന്യൂമിസ്മാറ്റിക്സ്. നമ്പേഴ്സ് ന്യൂമിസ് കേട്ടോ, ന്യൂമിസ്മാറ്റിക്സ്. നെക്സ്റ്റ് വൺ നോക്കാം. സ്റ്റഡി ഓഫ് എഗ്സ് ആണ്. സ്റ്റഡി ഓഫ് എഗ്സിന് എന്താ പറയുന്നത്? ഓളജി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ് എന്ന് പറയുന്നത് O ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ രണ്ട് O ഉണ്ട്. ഓളജി. ഇനി തെറ്റിക്കില്ലല്ലോ. അപ്പോൾ സ്റ്റഡി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓളജിയാണ്. നെക്സ്റ്റ് വൺ നോക്കാം. സ്റ്റഡി ഓഫ് റിവേഴ്സ് ആണ്. റിവേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡീനെ നമ്മൾ എന്താ പറയുന്നത്? പോട്ടോമോളജി എന്നാണ് കേട്ടോ. എന്താണ്? പോട്ടോമോളജി. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം. അതായത് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ റിവറിലൊക്കെ പോയി കഴിയുമ്പോൾ, ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനം റിവറിൽ പോയി കഴിയുമ്പോൾ നമ്മൾ പറയാറില്ലേ പോട്ടെ മോളെ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ തന്നെ പോട്ടോമോളജി. നെക്സ്റ്റ് വൺ നോക്കാം. എ പേഴ്സൺ ഹു ബ്രേക്സ് ഇൻ ടു എ ഹൗസ്. ഒരാൾ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുക, അയാളെ നമ്മൾ എന്താ പറയുന്നത്? ബർഗ്ലർ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ബർഗ്ലർ. എ പേഴ്സൺ ഹു ബ്രേക്സ് ഇൻ ടു എ ഹൗസ്, അയാളെ പറയുന്നത് ബർഗ്ലർ ആണ്. അപ്പോൾ കണക്ട് ചെയ്തോളൂ. അതായത് ഒരാൾ ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വീട് ബ്രേക്ക് ചെയ്തിട്ടൊക്കെ കയറി എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ പേഴ്സൺ ഹു ബ്രേക്സ് ഇൻ ടു ഹൗസ് ആരാണ്? ബർഗ്ലർ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ബർഗ്ലർ അലാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതായത് ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് കള്ളന്മാരൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഈ അലാം സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ആലോചിക്കാം. നെക്സ്റ്റ് വൺ നോക്കാം. പ്ലേസ് വെർ ഗ്രെയിൻസ് ആർ സ്റ്റോർഡ്. അതായത് നെല്ലൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, നെൽപ്പുര എന്നൊക്കെ പറയും. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുന്നത്? അതിനെയാണ് ഗ്രാനറി എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഗ്രെയിനും ഗ്രാനറി രണ്ടും നമുക്ക് പറയുമ്പോൾ തന്നെ കണക്ട് ചെയ്യാൻ പറ്റില്ലേ. പ്ലേസ് വെർ ഗ്രെയിൻസ് ആർ സ്റ്റോർഡ് എന്താണ്? ഗ്രാനറി. നെക്സ്റ്റ് വൺ നോക്കാം. എ പേഴ്സൺ ഹു ഈറ്റ്സ് ടു മച്ച് ഫുഡ്. അതായത് ഒരുപാട് ഫുഡ് ഗ്രീഡിലി കഴിക്കുന്ന ആളെ, അതായത് ആക്രാന്തം പിടിച്ച് കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയുന്നത്? ഗ്ലട്ടൻ എന്നാണ് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ് ഗ്ലട്ടൻ? ഇതും പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ ഹു ഈറ്റ്സ് ഫുഡ് ഗ്രീഡിലി എന്താ നമ്മൾ പറയുന്നത്? ഗ്ലട്ടൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലട്ടൻ അതായത് ടൺസ് ഓഫ് ഫുഡൊക്കെ കഴിക്കും, ഒരുപാട് ഫുഡ് കഴിക്കും. എങ്ങനെയാണ് കഴിക്കുന്നത്? ഗ്രീഡിലി. ആ ഒരു രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അടുത്ത് നോക്കാം. ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തീറ്റപ്രിയൻ, മുമ്പത്തെ പോലെ തന്നെ കേട്ടോ. രണ്ടിനും സിമിലർ മീനിങ് തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ്റിനകത്ത് എന്താ പറയുക, ആർത്തി പിടിച്ച് കഴിക്കുക അല്ലെങ്കിൽ ഗ്രീഡി ആയിട്ട് കഴിക്കുക എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞിട്ടില്ല. അതേസമയം ഗ്ലട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് ഗ്രീഡി ആയിട്ട്, അതായത് ആക്രാന്തം പിടിച്ച് കഴിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലട്ടൺ എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിനകത്ത് ഭക്ഷണപ്രിയൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ഫുഡ് കഴിക്കും, പക്ഷേ ഗ്രീഡി എന്നുള്ള ഒരു മീനിങ് ഇവിടെ വരുന്നില്ല. ഏതാണ്ട് രണ്ടും സെയിം മീനിങ് തന്നെയാണ്. നെക്സ്റ്റ് വൺ നോക്കാം. ഗോർമെറ്റ് ആണ്. ഗോർമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ വിദഗ്ധനാണ് കേട്ടോ. എന്താണ്? ഭക്ഷണ വിദഗ്ധൻ. അതായത് സംവൺ ഹു എൻജോയ്സ് ഗുഡ് ഫുഡൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭക്ഷണ വിദഗ്ധൻ അല്ലെങ്കിൽ ഗോർമെറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഭക്ഷണ വിദഗ്ധനെ നമ്മൾ മീറ്റ് ചെയ്തു, ഇങ്ങനെയുള്ളൊരു ഭക്ഷണ വിദഗ്ധനെ നമ്മൾ മീറ്റ് ചെയ്തു, അതാണ് മെറ്റ് കേട്ടോ, ഗോർമെറ്റ്. അപ്പോൾ അത് നമുക്ക് തെറ്റിപ്പോവാണ്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഫുഡായിട്ട് പഠിച്ചിട്ടുള്ള 3 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഫസ്റ്റ് വൺ ഗ്ലട്ടൻ, പിന്നെ ഗോർമെൻറ്റ്, പിന്നെ ഗോർമെറ്റ്. അതിൽ ഫസ്റ്റ് 2 എണ്ണവും ഭക്ഷണപ്രിയർ തന്നെയാണ്. ഒരാൾ എന്താ പറയണ്ടേ, ഗ്രീഡി ആയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് വൺ പറഞ്ഞേക്കുന്നത്, അതാണ് ഗ്ലട്ടൻ. പിന്നെ ഗോർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് കഴിക്കും എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഗോർമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ വിദഗ്ധനാണ് കേട്ടോ. അപ്പോൾ ഇത് 3ഉം പഠിച്ചു വയ്ക്കുക, മാറിപ്പോവാണ്ട് നോക്കുക. നെക്സ്റ്റ് വൺ നോക്കാം, എമിഗ്രൻ്റ് ആണ്. എമിഗ്രൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മൺ ഹൂ ലീവ്സ് എ കൺട്രി ടു ലിവ് ഇൻ അനദർ കൺട്രി. അതായത് ഒരു രാജ്യം വിട്ട് വേറൊരു രാജ്യത്തേക്ക് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എമിഗ്രൻ്റ് എന്ന് പറയുന്നത്. പ്രവാസി എന്നുള്ളൊരു മീനിങ് തന്നെയാണ് കേട്ടോ. അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എമിഗ്രൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു വേർഡ് ഉണ്ട്, ഇമിഗ്രൻ്റ്. ഇമിഗ്രൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹൂ കംസ് ടു ലിവ് ഇൻ എ കൺട്രി ദാറ്റ് ഇസ് നോട്ട് ദെയർ ഓൺ. അതായത് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ, ഇങ്ങോട്ട് വരുന്ന പ്രവാസികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമിഗ്രൻ്റ് എന്ന് പറയുന്നത്. അങ്ങോട്ട് പോകുന്ന ആൾക്കാരെ എന്താ നമ്മൾ പറയുന്നത്, അങ്ങോട്ട് പോകുന്ന പ്രവാസികൾ എന്താ പറയുന്നത്, എമിഗ്രൻ്റ് ആണ്. രണ്ടും തിരിഞ്ഞു പോരുത് കേട്ടോ. അപ്പോൾ എമിഗ്രൻ്റ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്ന, അതേപോലെ തന്നെ ഇമിഗ്രൻ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്ന, ആ ഒരു രീതിയിൽ എടുത്താൽ മതി. അടുത്തത് മൈഗ്രൻ്റ് ആണ്. മൈഗ്രൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് കേട്ടോ. അതായത് പ്രവാസികളെ നമ്മൾ ജനറലി പറയുന്നത് എന്താണ്, മൈഗ്രൻ്റ് എന്നാണ് പറയുന്നത്. അതിലത്തെ 2 സബ് പാർട്സ് ആണ് എന്ത് പറയുന്നത്, എമിഗ്രൻറ്റും ഇമിഗ്രൻറ്റും. അടുത്ത് നോക്കാം, എക്സോഡസ് ആണ്. എക്സോഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സ്കെയിൽ ഡിപ്പാർച്ചർ ഓഫ് പീപ്പിൾ. ഒരുപാട് ആൾക്കാർ ഒഴിഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സോഡസ്. തെറ്റിക്കരുത് കേട്ടോ. അപ്പോൾ എമിഗ്രൻറ്റ്, ഇമിഗ്രൻറ്റ്, മൈഗ്രൻറ്റ്, എക്സോഡസ് ക്ലിയർ ആയല്ലോ. അടുത്ത് നോക്കാം, വൺ ഹൂ ഈറ്റ്സ് ഫ്ലഷ്. അതായത് മാംസബുക്കിന് നമ്മൾ എന്താ പറയുന്നത്, കാർണിവോറസ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എന്താണ് കാർണിവോറസ്. അതേസമയം വൺ ഹൂ ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്, അതായത് മനുഷ്യ മാംസം അല്ലെങ്കിൽ നരഭോജികളെ നമ്മൾ എന്താ പറയുന്നത്, കാനിബൽ എന്നാണ് പറയുന്നത്. എന്താണ് കാനിബൽ, തിരിഞ്ഞു പോരുത്. വൺ ഹൂ ഈറ്റ്സ് ഫ്ലഷ് എന്ന് പറയുന്നത് കാർണിവോറസും വൺ ഹൂ ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ് എന്ന് പറയുന്നത് കാനിബലുമാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇത് 2ഉം ഓപ്ഷനായിട്ട് ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ബബിൾ ചെയ്യുക. അടുത്ത് നോക്കാം, വൺ ഹൂ ഇസ് ഫിൽഡ് വിത്ത് എക്സസീവ് ആൻഡ് മിസ്റ്റേക്കൺ എന്തൂസിയാസം ഇൻ റിലീജിയസ് മാറ്റേഴ്സ്. അതായത് മതഭ്രാന്തന്മാരെ നമ്മൾ എന്താ പറയുന്നത്, ഫാനറ്റിക് എന്ന് പറയും. എന്താ പറയുന്നത്, ഫാനറ്റിക്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഫാനറ്റിക് എന്ന് പറയുമ്പോൾ ഫാൻ എടുക്കാം കേട്ടോ. അതായത് റിലീജിയൻ്റെ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ എടുക്കാം, അതാണ് മതഭ്രാന്തന്മാർ അല്ലെങ്കിൽ ഫാനറ്റിക്. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് ആൾട്രൂയിസ്റ്റ്, മനുഷ്യ സ്നേഹിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൾ ട്രൂയിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ ട്രൂയിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ശരി, എല്ലാവരും പറയുന്നത് ശരി, ട്രൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ശരിയാണെങ്കിൽ നമുക്ക് അവരോട് ഒരു ഇഷ്ടം ഉണ്ടാവില്ല, അതാണ് മനുഷ്യ സ്നേഹി. ഒന്നല്ലെങ്കിൽ അങ്ങനെ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. എത്തിസ്റ്റ് എന്താണ്, എത്തിസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. എന്താണ് എത്തിസ്റ്റ്, നിരീശ്വരവാദിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എത്തിസ്റ്റ്. അതായത് ഈശ്വരനിൽ വിശ്വസിക്കാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എത്തിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, ഫാറ്റലിസ്റ്റ് ആണ്. ഫാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിധിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഫാറ്റലിസ്റ്റ്, എല്ലാം വിധിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരെയാണ് ഫാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം വിധിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് എല്ലാം വിധി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല, അപ്പോൾ അവർ നാച്ചുറലി ഇത്തിരി ഫാറ്റ് ആവും കേട്ടോ, ഇത്തിരി വണ്ണൊക്കെ വെക്കും. അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അടുത്ത് നോക്കാം, തിയോമാനിയാക്ക് ആണ്. തിയോമാനിയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു മാനസിക രോഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തിയോമാനിയാക്ക് എന്ന് പറയുന്നത്. തിയോ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണത്, റിലീജിയസ് ആണ് അല്ലേ. മാനിയാക്ക് അതായത് വട്ടുണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ തിയോമാനിയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു മാനസിക രോഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തിയോമാനിയാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്തൊക്കെ നമ്മൾ റിലീജിയസ് ആയിട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഒന്ന് എത്തിസ്റ്റ് പഠിച്ചു, പിന്നെ ഏതാ ഫാറ്റലിസ്റ്റ് പഠിച്ചു, ഫാനറ്റിക് പഠിച്ചു, പിന്നെ ഏതാണ് തിയോമാനിയാക്ക് പഠിച്ചു. അടുത്ത് നോക്കാം, എ പേഴ്സൺ ഹൂ ഇസ് 100 years old. അതായത് 100 വയസ്സ് ഉള്ള ഒരാളെ നമ്മൾ എന്താ പറയുന്നത്, പറയാൻ പറ്റുമോ, സെൻറ്റനേറിയൻ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്, സെൻറ്റനേറിയൻ. അപ്പോൾ ശ്രദ്ധിക്കണം, സെഞ്ചൂറിയൻ എന്നൊന്നും ഓർത്ത് വെക്കരുത്, കാരണം ഓപ്ഷനിൽ ഈ പറഞ്ഞ സെഞ്ചൂറിയനും കയറി വരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ആൻസർ, സെൻറ്റനേറിയൻ. അപ്പോൾ പേഴ്സൺ ഹൂ ഇസ് 100 years old എന്താ പറയുന്നത്, സെൻറ്റനേറിയൻ. അടുത്ത് നോക്കാം, എ പേഴ്സൺ ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 70 and 80. അതായത് 70 വയസ്സും 80 വയസ്സിന് ഇടയിൽ പ്രായം വരുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയുന്നത്, സെപ്റ്റുവാജനേറിയൻ. എന്താ പറയുന്നത്, സെപ്റ്റുവാജനേറിയൻ. അപ്പോൾ 77 അല്ലേ, അപ്പോൾ സെപ്റ്റുവാജനേറിയൻ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റീലിംഗ് ഹാബിറ്റ് ഉള്ള ആൾക്കാർ, എന്ത് കണ്ടാലും സ്റ്റീൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരെ നമ്മൾ എന്താ പറയുന്നത്, ക്ലെപ്റ്റോമാനിയാക്ക് എന്ന് പറയും. എന്താണ് ക്ലെപ്റ്റോമാനിയാക്ക്, ക്ലെപ്റ്റോ കേട്ടോ. അപ്പോൾ ക്ലെപ്റ്റോമാനിയാക്ക് എന്ന് പറയുന്നത് സ്റ്റീൽ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലെപ്റ്റോമാനിയാക്ക് എന്ന് പറയുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോണത് കല്യാണമായിട്ട്, അതായത് മാരേജ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, യങ് അൺമാരീഡ് ഗേൾ.
എ യങ് അൺമാരീഡ് ഗേൾ, കല്യാണം കഴിക്കാത്ത ഒരു ഗേളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ കല്യാണം കഴിക്കാത്ത വിമണിനെ, വിമൺ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ നമ്മൾ എന്താ പറയുക? സ്പിൻസ്റ്റർ എന്ന് പറയും. ഇത് രണ്ടും എല്ലാവർക്കും തിരിഞ്ഞു പോകാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ്. അപ്പോൾ ഇതെങ്ങനെ ഓർക്കാൻ പറ്റും? യങ് അൺമാരീഡ് ഗേൾ ആണ്. ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെന്താ പറയുന്നത്? മെയ്ഡ് എന്നാണ് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ മെയ്ഡിനെ നമ്മൾ എങ്ങനെ ലിങ്ക് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, മെർമെയ്ഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? അതൊരു ഗേൾ ആണ്, ശരിയല്ലേ? ആ ഒരു രൂപം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമുക്കറിയാം യങ് അൺമാരീഡ് ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ഡാണ്. അതേസമയം വിമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ, കല്യാണം കഴിക്കാത്ത സ്ത്രീകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പിൻസ്റ്റർ. അപ്പോൾ സ്പിൻസ്റ്ററിനെ നിങ്ങളൊന്ന് സിസ്റ്ററായിട്ട് സങ്കല്പിക്കുക. സ്പിൻസ്റ്റർ, സിസ്റ്റർ, ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ സിസ്റ്ററിന് ഞാൻ ഉദ്ദേശിച്ചത് കന്യാസ്ത്രീകളാണ് കേട്ടോ. അവർ കല്യാണം കഴിക്കാത്ത ആൾക്കാരല്ലേ, അപ്പോൾ അവർ വിമണാണ്. അപ്പോൾ വിമൺ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സ്പിൻസ്റ്റർ. അതേസമയം ഗേൾ ആണെങ്കിൽ, അൺമാരീഡ് ഗേൾ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? മെയ്ഡ്. ഇതാർക്കും തിരിഞ്ഞു പോരുത് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, കല്യാണം കഴിക്കാത്ത മാനിനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പുരുഷന്മാരെ നമ്മൾ എന്താ പറയുക? ബാച്ചിലർ എന്ന് പറയും. കല്യാണം കഴിക്കാത്ത ആണുങ്ങളെ നമ്മൾ എന്താ പറയുന്നത്? ബാച്ചിലർ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ ഹസ്ബൻഡ് മരിച്ച സ്ത്രീകളെ നമ്മൾ എന്ത് പറയും? വിഡോ എന്ന് പറയും. അതേസമയം ഭാര്യ മരിച്ചിട്ടുള്ള ഹസ്ബൻഡ്സിനെ നമ്മൾ എന്താ പറയുന്നത്? വിഡോവർ എന്ന് പറയും. അപ്പോൾ ജസ്റ്റ് ഇവിടെ വിഡോ ആണെങ്കിൽ ഇവിടെ ഒരു ER കൂടിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഹസ്ബൻഡ് മരിച്ച സ്ത്രീകളെ നമ്മൾ പറയുന്നത് വിഡോ എന്നാണ്. അപ്പം നേരെ തിരിച്ച് വരുമ്പോൾ എന്ത് വരും? ഒരു ER കൂടെ കൂട്ടുക, അതായത് വിഡോവർ എന്നും കൂടെ കൂട്ടുക. നെക്സ്റ്റിലേക്ക് കയറാം. ഹസ്ബൻഡ് ഓർ വൈഫ്, ഭാര്യേനെ അല്ലെങ്കിൽ ഭർത്താവിനെ പറയുന്ന വേറൊരു ടേമാണ് എന്ത്? സ്പൗസ് എന്ന് പറയുന്നത്. SPOUSE കേട്ടോ, സ്പൗസ്. അപ്പോൾ എല്ലാവരും ഇനി ഭാര്യേനെ അല്ലെങ്കിൽ ഭർത്താവിനെയൊക്കെ സ്പൗസ് എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ശീലിച്ച് നോക്കൂ. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഓർമ്മയിൽ വരും കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ ഇസ് മ്യൂച്വൽ എഗ്രിമെൻറ്റ് ടു മാരി. അപ്പോൾ മ്യൂച്വൽ എഗ്രിമെൻറ്റ് ടു മാരി ആണ്, കല്യാണം കഴിക്കാനുള്ള ഒരു എഗ്രിമെൻറ്റ്, രണ്ടുപേരും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പറയുന്നത് എസ്പൗസൽ. എന്താണ്? എസ്പൗസൽ. അപ്പോൾ ഇത് സ്പൗസാന്ന് നമുക്കറിയാലോ. കല്യാണം കഴിച്ചിട്ടുള്ള രണ്ടാൾക്കാരെ നമ്മൾ എന്താ പറയുന്നത്? സ്പൗസ്. അതായത് ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യേനെ പറയുന്നത് സ്പൗസ് എന്നാണ്. അപ്പോൾ അതിനുള്ളൊരു എഗ്രിമെൻ്റ് അല്ലേ? എഗ്രിമെൻറ്റിനെ നമ്മൾ എങ്ങനെ പറയും? യെസ്. അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റിൽ നമ്മൾ എന്ത് പറയും? ഒന്നല്ലെങ്കിൽ കല്യാണം കഴിക്കാം അല്ലെങ്കിൽ ഇല്ല എന്നല്ലേ പറയാം. അപ്പോൾ യെസ് ഓർ നോ നമ്മൾ പറയും, ശരിയല്ല? അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. യെസ് എന്ന് ഉദ്ദേശിക്കുന്നത് YES ആണ്. അതിന് പകരം നിങ്ങൾ ES എന്ന് പ്രൊനൗൺസ് ചെയ്യുക. എസ്പൗസൽ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ എസ്പൗസൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ മ്യൂച്വൽ എഗ്രിമെൻറ്റ് ടു മാരി എന്ന് പറയുന്നത് കല്യാണം കഴിക്കാൻ സമ്മതമാണ്, യെസ് ആണ്. എസ്പൗസൽ. ഓക്കെ. ഇനി ഇതിലേക്ക് വരാം. സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്, കല്യാണം കഴിക്കാത്ത ഒരവസ്ഥേനെയാണ് നമ്മൾ പറയുന്നത് സെലിബസി. അപ്പോൾ നമുക്കറിയാം കല്യാണം കഴിക്കാത്ത ആൾക്കാരൊക്കെ മാക്സിമം സെലിബ്രേറ്റ് ചെയ്ത് അടിച്ചു പൊളിച്ചൊക്കെ നടക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്തോളൂ. സെലിബസി, CELIBACY കേട്ടോ. അപ്പോൾ അത് ഓർക്കാൻ പറ്റും. ഇനി അടുത്തത് ഹെയ്റ്റ്സ് മാരേജ്. സമ്മൺ ഹൂ ഹെയ്റ്റ്സ് മാരേജ്, കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാൾ, അതായത് കല്യാണ വിരോധി, അങ്ങനെയുള്ള ഒരാളെ പറയുന്നതാണ് എന്ത്? മിസ്സോഗാമിസ്റ്റ് എന്ന് പറയുന്നത്. മിസ്സോ അതായത് മിസ് ചെയ്യും, കല്യാണം മിസ് ചെയ്യും എന്ന് ആലോചിക്കുക. അപ്പോൾ മിസ്സോഗമിസ്റ്റ് കേട്ടോ. അപ്പോൾ അടുത്തതിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ഓഫ് ബീയിങ് മാരീഡ് ടു 2 persons അറ്റ് ദ സെയിം ടൈം, അതായത് ഒരേ സമയത്ത് രണ്ടാൾക്കാരെ കല്യാണം കഴിക്കുന്ന ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈഗമി അല്ലേ? അപ്പോൾ നമുക്കറിയാം ഒരാളെന്നെ കല്യാണം കഴിക്കുമ്പോഴത്തുള്ള അവസ്ഥ നമുക്കറിയാം. അപ്പോൾ അതേസമയം രണ്ടാൾക്കാരെ ഒരേ സമയം കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ പറയുന്നത് എന്ത് പറയുന്നത്? ബൈഗമി. അപ്പോൾ ബൈഗമി എന്ന് പറഞ്ഞാൽ എന്താ? 2 persons ആണ്. അപ്പോൾ 2നെ നമ്മൾ എന്ത് പറയും? നമ്മൾ 2 വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് പറയുക? ബൈസൈക്കിൾ. രണ്ട് ചക്രമുള്ള സൈക്കിളിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ബൈസൈക്കിൾ. 3 ചക്രമുള്ള സൈക്കിൾ എന്ന് പറയും ട്രൈസൈക്കിൾ. അപ്പോൾ ബൈ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 2. അപ്പോൾ അതേപോലെ 2 പേഴ്സൺസ് ആയതുകൊണ്ടാണ് ഇവിടെ ബൈ എന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയൊന്നും നിങ്ങൾ കണക്ട് ചെയ്യൂ. ഗമി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതായത് സ്ത്രീകളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ് ഗമി എന്ന് പറയുന്നത്, GAMY. അപ്പോൾ ബൈ ഗമി എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അല്ല, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് മാരേജ്. രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുള്ള ഒരാളെന്താ പറയുന്നത്? ഡൈഗമി. അപ്പോൾ നമുക്കറിയാം ബൈഗമി, ബൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 പ്രാവശ്യം 2 ആൾക്കാരെ കല്യാണം കഴിക്കുന്ന ഇതാണ് നമ്മൾ പറയുന്നത് ബൈഗമി എന്ന് പറയുന്നത്. ഡൈഗമി എന്ന് പറയുന്നത് സെക്കൻഡ് മാരേജ് ആണ്. ഇത് രണ്ടും തെറ്റിപ്പോവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് മാരേജ് നമ്മൾ എപ്പോഴാണ് രണ്ടാമത് കല്യാണം കഴിക്കുന്നത്? രണ്ടാമത് കല്യാണം കഴിക്കുന്നത് ഒന്നല്ലെങ്കിൽ ആദ്യത്തെ ഹസ്ബൻഡ് മരിച്ചു പോകുമ്പോഴാണ് അല്ലേ? അപ്പോൾ ഡൈ, അങ്ങനെ ആലോചിക്കൂ. ഡൈ, മരിച്ചതിന് ശേഷമാണ് സെക്കൻഡ് മാരേജ് നടക്കുന്നത്. അപ്പോൾ സെക്കൻഡ് മാരേജിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഡൈഗമി. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് രണ്ടും മാറിപ്പോരുത്.
2 persons at the same time മാരി ചെയ്യണതിനെയാണ് നമ്മൾ പറയുന്നത് ബൈഗമി. അതേസമയം സെക്കൻഡ് മാരേജിനെയാണ് നമ്മൾ പറയുന്നത് ഡൈഗമി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം, മാരിയിങ് ഓൺലി വിതിൻ ദ ട്രൈബ്. അതായത് ഒരേ ട്രൈബിലുള്ള ആൾക്കാർ തമ്മിൽ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പറയുന്നതാണ് എന്ത്? എൻഡോഗമി. എൻഡോഗമി അതായത് നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ, എൻ്റെ അങ്ങനെ ആലോചിച്ചാൽ മതി. സെയിം വിത്തിൻ ദ സെയിം ട്രൈബ് തന്നെയാണ് കേട്ടോ, ഒരേ ട്രൈബാണ്. അപ്പോൾ എൻ്റെ സ്വന്തം ആൾക്കാർ തന്നെയായിരിക്കും. അപ്പോൾ എൻഡോഗമി അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്തോളൂ, എൻഡോഗമി. അതേസമയം പുറത്തുനിന്നാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ, ഇതിപ്പോൾ വിത്തിനായിരുന്നു, സെയിം ട്രൈബ് തന്നെയായിരുന്നു, പുറത്തുനിന്നാണ് നമ്മൾ കല്യാണം കഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്സോ. നമുക്കറിയാം എക്സോ എന്ന് പറഞ്ഞാൽ എന്താ? പുറത്താണ്, ഔട്ടാണ് അല്ലേ? അപ്പോൾ ഔട്ട് സൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്സോഗമി. ഇത് രണ്ടും ക്ലിയർ ആയല്ലോ. ഒരേ ട്രൈബിൽ നിന്നാണ് കല്യാണം കഴിക്കണമെങ്കിൽ നമ്മൾ പറയും എൻഡോഗമി. അതേസമയം പുറത്തുനിന്നാണ് കല്യാണം കഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്സോഗമി. ഓക്കെ, അടുത്തതിലേക്ക് കയറാം. കസ്റ്റം ഓഫ് ഹാവിങ് ഓൺലി വൺ വൈഫ്. അതായത് ഒരു വൈഫ് മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള ഒരു കസ്റ്റം, അങ്ങനെയുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? മോണോഗമി. മോണോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോണോ എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിളാണ്. അപ്പോൾ സിംഗിൾ വൈഫ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ, മോണോഗമി. അതേസമയം മോർ ദാൻ വൺ വൈഫ്, ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളതിനെ നമ്മൾ എന്ത് പറയും? പോളിഗമി. പോളി എന്ന് പറഞ്ഞാൽ എന്താ? പോളിഗൺ, പോളിമേഴ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൻ്റെ ഒക്കെ അർത്ഥം എന്താ? ഒന്നിൽ കൂടുതൽ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പോളിഗമി. എല്ലായിടത്തും ഈ ഗമി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വൈഫാണെങ്കിൽ നമ്മൾ എന്ത് പറയും? മോണോഗമി. അതേസമയം ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? പോളി മീൻസ് മെനി, പോളിഗമി. ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്കാം, കസ്റ്റം ഓഫ് ഹാവിങ് ഓൺലി വൺ ഹസ്ബൻഡ്. നമ്മൾ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? കസ്റ്റം ഓഫ് ഹാവിങ് ഓൺലി വൺ വൈഫ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ വൺ ഹസ്ബൻഡ് ആണ്. അപ്പോൾ വൺ വരുമ്പോൾ നമ്മൾ എന്തെടുക്കും? മോണോ എടുക്കും. പിന്നെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ആണാണല്ലോ, അപ്പോൾ ആണാകുമ്പോൾ നമ്മൾ അതായത് AN കൂട്ടും, അതായത് മോണോ ആൻഡ്രി കേട്ടോ. അത് ഓർക്കാൻ വേണ്ടി പറഞ്ഞാണ് AN, അപ്പോൾ മോണോ ആൻഡ്രി. അതേപോലെ തന്നെ മോർ ദാൻ വൺ ഹസ്ബൻഡ്, അതായത് ഒന്നിൽ കൂടുതൽ ഹസ്ബൻഡ് ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? മോർ ദാൻ വൺ. ഞാൻ പറഞ്ഞു ഒന്നിൽ കൂടുതലുള്ളതിനൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? പോളി വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആണുങ്ങളാണ്, അപ്പോൾ പോളി ആൻ, ആണിൻ്റെ ആൺ, അപ്പോൾ പോളി ആൻഡ്രി. ഇങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ. കല്യാണം കഴിക്കാത്ത വിമണിനെ എന്താ പറയുന്നത്? കല്യാണം കഴിക്കാത്ത ഗേൾ അല്ല ഞാൻ ചോദിച്ചത്, വിമൺ എന്താ പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. കല്യാണം കഴിക്കാത്ത വിമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്ററിനെ ആലോചിക്കുക, കന്യാസ്ത്രീ അതായത് സ്പിൻസ്റ്റർ. അതേസമയം ഗേൾ ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഗേൾ ആണെങ്കിൽ മെയ്ഡ് യൂസ് ചെയ്യും. ഇത് രണ്ടും തിരിഞ്ഞു പോരുത്, ഇത് PSCക്ക് സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതേപോലെ തന്നെ മോർ ദാൻ വൺ വൈഫ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? പോളിഗമി. മോർ ദാൻ വൺ ഹസ്ബൻഡ് ആണെങ്കിൽ എന്ത് പറയും? പോളി ആൻഡ്രി. ഇതെല്ലാം ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം, ഡൗറി എന്താണെന്നുള്ള എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ്? സ്ത്രീധനമാണ്, അതായത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ധനത്തിനെയാണ് നമ്മൾ ഡൗറി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അലവൻസ് ടു വൈഫ് ഫ്രം ഹസ്ബൻഡ് ഓൺ സെപ്പറേഷൻ, അതായത് വൈഫും ഹസ്ബൻഡും തമ്മിൽ സെപ്പറേറ്റഡ് ആയി എന്നിട്ട് വൈഫിന് കിട്ടുന്ന നഷ്ടപരിഹാരം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലിമണി. ALIMONY. എന്താണ് നമ്മൾ പറയുന്നത്? അലിമണി. എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹസ്ബൻഡിൻ്റെ പേര് അലിയാണെന്ന് വിചാരിച്ചോളൂ, അലി. അപ്പോൾ ഇവിടുത്തെ ALI ഉണ്ട്, അലി കൊടുക്കുന്ന മണി, MONY. അപ്പോൾ എന്താണ്? അലിമണി. അപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ സെപ്പറേറ്റ് ആയതിനു ശേഷം വൈഫിന് കിട്ടുന്ന നഷ്ടപരിഹാരത്തിന് എന്താ പറയുന്നത്? അലിമണി. തെറ്റിക്കരുത് കേട്ടോ. അടുത്തത് ഡൈവേഴ്സ്ഡ് പേഴ്സൺ, അതായത് ഡൈവേഴ്സ് ചെയ്തിട്ടുള്ള ഒരാളെ നമ്മൾ എന്താ പറയുന്നത്? ഡിവേഴ്സി എന്ന് പറയും അല്ലേ? അപ്പോൾ നമ്മൾ ഡൈവേഴ്സിന് നമ്മൾ DIVORCE ആണ്, അതിൻ്റെ ഒപ്പം ഒരു ഇയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഡിവോഴ്സി ആയി. ക്ലിയർ ആയി? അടുത്തത് നോക്കാം, വിമൺ വിത്ത് പ്രോപ്പർട്ടി റിസീവ്ഡ് ഫ്രം ലേറ്റ് ഹസ്ബൻഡ്, അതായത് ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുള്ള ഒരു സ്ത്രീക്ക് കിട്ടുന്ന പ്രോപ്പർട്ടീനെ നമ്മൾ എന്താ പറയുന്നത്? ഡൊവേജർ. നമുക്കറിയാം വേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാശായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഡു വേജ്, അതായത് വേജ് വാങ്ങൂ എന്നുള്ളൊരു മീനിങ്, ഡു വേജർ. അങ്ങനെ ഒന്ന് ആലോചിച്ചോളൂ. അതേപോലെ തന്നെ വിഡോസ് ഷെയർ ഓഫ് എ ഹസ്ബൻഡ്സ് പ്രോപ്പർട്ടി, അതായത് ഒരു ഷെയറാണ്, ഒരു വിഡോയ്ക്ക് കിട്ടുന്ന ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടിയിലുള്ള ഒരു ഷെയറാണ്. നമുക്കറിയാം ഇവിടെ എന്തായിരുന്നു വന്നിരുന്നത്? ഫുൾ പ്രോപ്പർട്ടി കിട്ടുന്നതിനാണ് നമ്മൾ പറയുന്നത് ഡൊവേജർ അല്ലേ? വിമൻ വിത്ത് പ്രോപ്പർട്ടി റിസീവ്ഡ് ഫ്രം ലേറ്റ് ഹസ്ബൻഡ് നമ്മൾ എന്താ പറയുന്നത്? ഡൊവേജർ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയറാണ്, അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് ആലോചിച്ചാൽ മതി. കണ്ടോ, ഇവിടെ ഷെയർ അല്ലേ കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം എന്താ? DOWER. ഇതിൻ്റെ ഒരു ഭാഗമല്ലേ DOWER? അതാണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ ആയോ? അപ്പോൾ DOWER. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് വേഗം പഠിച്ചു തീർക്കാൻ പറ്റും.
അപ്പോൾ വിമൺ വിത്ത് പ്രോപ്പർട്ടി റിസീവ്ഡ് ഫ്രം ലേറ്റ് ഹസ്ബൻഡ് ആണെങ്കിൽ എന്താണ് ആൻസർ? ഡു വേജർ, വേജ് വാങ്ങിക്കോളൂ, ഡു വേജർ. അതേസമയം വിഡോസ് ഷെയർ ഓഫ് എ ഹസ്ബൻഡ്സ് പ്രോപ്പർട്ടി, ഹസ്ബൻഡ് അതായത് മരിച്ചുപോയ ഹസ്ബൻഡിൻ്റെ ഒരു ഷെയർ, പ്രോപ്പർട്ടിയിലുള്ള ഒരു ഷെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോവർ. കേട്ടോ. നെക്സ്റ്റ് വണ്ണിലേക്ക് കയറാം. എ മാൻ ടു ഹും എ വിമൺ ഈസ് എൻഗേജ് ടു ബി മാരീഡ്, അതായത് കല്യാണമൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ഒരു ആണിനെ, അതായത് കല്യാണം കഴിക്കാൻ പോണ ആളെ നമ്മൾ എന്താ പറയുക? ഫിയാൻസി എന്നാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അത് സ്പെല്ലിങ് നോക്കുക, FIANCE എന്നാണ് കേട്ടോ, ഫിയാൻസി. നെക്സ്റ്റ് വൺ, മാരേജ് വിത്ത് എ പേഴ്സൺ ഓഫ് ലോവർ റാങ്ക് അല്ലെങ്കിൽ സോഷ്യൽ പൊസിഷൻ, അതായത് താഴ്ന്ന പൊസിഷനിലൊക്കെ നിൽക്കുന്ന ഒരാളെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ മിക്ക ആൾക്കാരും എന്ത് പറയും? ഓ അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ മിസ് അലയൻസ് ആയിപ്പോയി എന്നൊക്കെ പറയും. അങ്ങനെ നടക്കേണ്ട ഒരു അലയൻസ് അല്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്തോളൂ. മെസ് അലയൻസ് ആണ് കേട്ടോ. മിസ് അലയൻസ് ഞാൻ ഓർക്കാൻ വേണ്ടി പറഞ്ഞാണ്. മെസ്സാണ്, MES, മെസ് അലയൻസ് കേട്ടോ. അപ്പോൾ മാരേജ് വിത്ത് എ പേഴ്സൺ ഓഫ് ലോവർ റാങ്കിനെ നമ്മൾ എന്താ പറയുന്നത്? മെസ് അലയൻസ്. തെറ്റിക്കരുത്. ഇതെല്ലാം ഓർക്കാൻ വേണ്ടി മാത്രം പറയുന്ന കോഡ്സാണ്. അതേപോലെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ നമ്മൾ എന്ത് പറയും? ഫിയാൻസി എന്ന് പറയും. ആണുങ്ങളെ നമ്മൾ എന്താ പറയുന്നത്? ഫിയാൻസി എന്ന് പറയും. കല്യാണത്തിന് മുമ്പ് നമുക്ക് ഹസ്ബൻഡിന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് എന്ത് ടേമാണ്? ഫിയാൻസി. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. മാരേജിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.